2026 നിങ്ങൾക്ക് കൊടുക്കേണ്ട 6 വാക്കുകൾ പാർട്ട് 1. ഇതിനൊരു 3 എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യണേ. ചെയ്താൽ ജീവിതം മാറും. ഏറ്റവും ആദ്യം നിങ്ങൾ എടുക്കേണ്ട തീരുമാനം, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക. ചിരിക്കേണ്ട. ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കാണപ്പെടുക എന്ന ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ നന്നായിരിക്കണ്ടേ? നിങ്ങൾ നന്നായിട്ട് നോക്കാതെ പിന്നെ വേറെ ആരും നോക്കാനാണ്? നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം. അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അലസനായി അല്ലെ അലസയായി വാലാക്കൊല അങ്ങനെ നടക്കരുത്. നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടും, മറ്റുള്ളവർക്ക് നമ്മളോടുള്ള അപ്രോച്ചിൻ്റെ രീതി കൂടും. രണ്ടാമത്, ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അയ്യോ ഒന്നിനും സമയമില്ല, അതിന് സമയമില്ല, ഇതിന് സമയമില്ല എന്ന് പറയരുത്. സമയമുണ്ട്. എനിക്കും നിങ്ങൾക്കും ലാലേട്ടനും മമ്മൂക്കാക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അമേരിക്കൻ പ്രസിഡൻറ്റിനും എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. അതിനെ മാനേജ് ചെയ്യണം. ഈ വർഷം നിങ്ങളത് ഉറപ്പായിട്ട് എഴുതി വെക്കണം. ടൈം ഞാൻ മാനേജ് ചെയ്യും. എനിക്ക് സമയമില്ല എന്ന് പറയാതെ ആ സമയത്തിന് നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നത് നിങ്ങൾ സോർട്ട് ചെയ്യണം. രണ്ടാമത്തത്. മൂന്നാമത്തത് സിമ്പിളാണ്, പക്ഷെ ആരും ചെയ്യാത്താണ്. വെള്ളം കുടിക്കണം. 3 ലിറ്റർ വെള്ളം നിങ്ങൾക്ക് കുടിക്കാനാകണം. 1 ലിറ്ററിൻ്റെ 3 കുപ്പി വെള്ളം പലപ്പോഴായിട്ട് കുടിച്ചാൽ മതി. ഇത് കുടിക്കണം. ഇത് ആരോഗ്യത്തിൻ്റെ ടിപ്പാണെങ്കിലും നമ്മുടെ ബ്രെയിനിലേക്ക് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ വെള്ളം നമുക്ക് ഡീഹൈഡ്രേഷൻ ഇല്ലാണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ കുറച്ചുകൂടി തെളിയും. എപ്പോഴും വെള്ളം ഒഴുക്കി കളയല്ലേ. അപ്പം നമ്മുടെ മോശം ചിന്തകളൊക്കെ അങ്ങ് മാറും. നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, വെള്ളം കുടിക്കണം, ആരെയും സങ്കടപ്പെടുത്തില്ല എന്നങ്ങ് ഉറപ്പിക്കണം. വലിയ പാടാണത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ കയറുന്നത് വരെ കമ്പൾസറി ആയിട്ട് ഒരാഴ്ചക്കാലമെങ്കിലും ഞാൻ ആരെയും സങ്കടപ്പെടുത്തില്ല, എൻ്റെ വായിൽ നിന്നൊരു മോശം വാചകം വീഴില്ല, അല്ല ഞാനൊരാളോട് ദേഷ്യപ്പെടില്ല, ചിരിച്ച മുഖത്തോടു കൂടി അല്ലാതെ ഞാൻ ആരോടും പെരുമാറില്ല എന്നൊരു വാക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ ശീലിച്ചു തുടങ്ങിയാൽ പതിയെ അതങ്ങ് ശീലമായിക്കോളും. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്, പക്ഷേ നിങ്ങൾക്കും പറ്റും. നിങ്ങളെക്കൊണ്ടത് ഉറപ്പായിട്ടും പറ്റും. അടുത്തത് 5ാമത്തെ പോയിന്റ് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അത് ശക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യരുത്. പ്രശ്നങ്ങളില്ലാതെ മനുഷ്യരുണ്ടെന്നേ. എനിക്കും എന്തോരം പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തോരം പ്രശ്നങ്ങളുണ്ട്. ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പരിഹാരം കണ്ടെത്തുക എന്നതായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പ്രശ്നങ്ങൾ വന്നോട്ടെ, പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ വരണം. മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായ പ്രശ്നങ്ങൾ വരണം. പക്ഷെ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഇതിൻ്റെ പരിഹാരം ഇതാണ് എന്ന് കണ്ടെത്താൻ പറ്റണം. ഇൻ കേസ് നമുക്കത് പറ്റുന്നില്ല, പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പരിഹാരം പറഞ്ഞു തരാൻ പറ്റുന്ന മനുഷ്യരെ നമുക്ക് സ്വാഭാവികമായിട്ട് കണ്ടെത്താനാവണം. എന്നിട്ട് അവരോട് ചോദിക്കണം, എനിക്കൊരു പരിഹാരം പറഞ്ഞു തരുമെന്ന് ചോദിക്കണം. അതിനുള്ള എത്രയോ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. 6ാമത്തത്, നന്നായി ഉറങ്ങണം. തോണ്ടലങ്ങ് കുറയ്ക്കണം ഈ വർഷമെങ്കിലും. എന്നിട്ട് ഒരു 6 മണിക്കൂർ മിനിമം 7-8 മണിക്കൂർ വരെ പരമാവധി ഉറങ്ങണം. നല്ല ഉറക്കം ഉണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ സൂപ്പറായിരിക്കും. ഈ വീഡിയോയുടെ 2026 എടുക്കേണ്ട തീരുമാനങ്ങളുടെ അടുത്ത 6 പോയിന്റുകൾ നാളെ ഞാൻ വീഡിയോ ഇടാമേ. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം, എന്നിട്ട് ഫോളോ ചെയ്ത് ഇങ്ങോട്ട് കയറി വായോ. പരകട്ടെ പ്രകാശം.